ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിജോ. വെൽക്കം ടു തനി നാടൻ അടുക്കള. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോയും കൊണ്ടൊന്നുമല്ല, മറിച്ച് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ലൊരു ഹെയർ ഓയിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഹെയർ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പച്ചമരുന്നുകൾ ചേർത്തുകൊണ്ട് നമ്മൾ കാച്ചിയെടുക്കുന്ന ഒരു എണ്ണ, അത് നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാണ്. പലർക്കും മുടി കൊഴിച്ചില്, താരൻ, അല്ലെങ്കിൽ മുടിക്ക് കറുപ്പ് കളറില്ലായ്ക, ചിലർക്ക് എണ്ണ വെക്കുന്ന തലവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു ശാശ്വത പരിഹാരമാണ്. ഞങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കുന്നതാണ്. ഞങ്ങൾ സജസ്റ്റ് ചെയ്തവർ ഉപയോഗിച്ചിട്ടും നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും. നമ്മുടെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്, ആട്ടിയ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ 1 ലിറ്ററിന് നമ്മൾ ഇവിടെ 5 നെല്ലിക്ക, 5 ചെറിയ ഉള്ളി, 5 തണ്ട് കറിവേപ്പില, ഇത് നമുക്ക് ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിൽ നമ്മൾ ഈ നെല്ലിക്കയൊക്കെ കുരു കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇത് മൂന്നൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു മിശ്രിതം അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തുളസിയില, അതുപോലെ തന്നെ നീലയമരി എന്ന് പറയുന്ന ഒരു ഔഷധമാണ് ഇത്. പിന്നെ ഇത് കയ്യൂന്നി. ഇതും നമുക്ക് മുൻപ് ചെയ്തതുപോലെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതുകൂടെ നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കുക. പിന്നെ അതിനകത്ത് പിന്നീട് നമ്മളിടുന്നത്, അതിൻ്റെ കൂടെ നമ്മളൊരു 3-4 പീസ് കറ്റാർ വാഴയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇടുന്ന മറ്റൊരു ഔഷധം എന്ന് പറയുന്നത് മുയൽ ചെവിയനാണ്. മുയൽ ചെവിയനോട് ഇട്ട് കൊടുക്കുക. ഇതും നമ്മൾ മുൻപ് അരച്ചെടുത്ത പോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആ സെറ്റും അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ കറ്റാർ വാഴയുടെ അതുകൂടെ ഉള്ളതുകൊണ്ട് നല്ല ജെല്ലി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ എണ്ണയിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ചേരുവകൾ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അതിലേക്ക് ഈ ചേരുവകൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ എബ്രോഡൊക്കെ ഉള്ളവർക്ക് ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ നീലയമരി, കയ്യൂന്നി, ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഗതിയാണ് ചെറുള്ളി, നെല്ലിക്ക, അതുപോലെ തന്നെ ചിലപ്പോൾ കറ്റാർവാഴ കിട്ടാറുണ്ട്, കറിവേപ്പില നമുക്ക് കിട്ടുന്നതാണ്. ഇനിയും ഈ ഇത്ര ഐറ്റംസ് നമുക്ക് കിട്ടുന്നുള്ളെങ്കിൽ ഈ ഐറ്റംസിൻ്റെ കൂടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കിട്ടും. ആ ടാബ്ലറ്റ് കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 5 ഐറ്റംസ് ആണ് ചേർക്കുന്നതെങ്കിൽ ആ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് എല്ലാ ഐറ്റംസും അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ചേർക്കുന്നില്ല. നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിലേക്ക് നമ്മൾ ആ അരച്ചു വെച്ചിട്ടുള്ളതായ കറ്റാർ വാഴ ആ മിശ്രിതം ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചെമ്പരത്തിപ്പൂ അല്ലേ? അതെ, കറ്റാർവാഴ, ചെമ്പരത്തിപ്പൂവ്, മുയൽ ചെവിയൻ. ഓക്കെ. ആ മുയൽ ചെവിയനും കൂടെ ചേർത്തിട്ട് നമ്മൾ കണ്ട ഇപ്പൊ തന്നെ ആ എണ്ണയുടെ കളറിൽ തന്നെ നല്ലൊരു വ്യത്യാസം വന്നു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്യാഷ് മുടക്കി പല ബ്രാൻഡഡ് കമ്പനികളുടെയും എണ്ണകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ റിസൾട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കുറഞ്ഞ കാലത്തേക്ക് നമ്മൾക്ക് ചിലർ പറയുന്നത് യൂസ്ഫുൾ ആണ്. പക്ഷെ അത് ഉപയോഗിക്കാണ്ട് വരുമ്പം തലവേദന വരുന്ന ഒരു സാഹചര്യങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുടി നന്നായിട്ട് വളരും. മുടി പൊഴിയുന്നവരുടെ മുടി പൊഴിച്ചിലും നിൽക്കും. മാത്രമല്ല തലയ്ക്കൊക്കെ ആണെങ്കിലും എപ്പോഴും നല്ല തണുപ്പാണ്. തലവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് അതെ നല്ല ചിലരുടെ മുടി എത്ര എണ്ണ വെച്ചാലും ഈ ചെമ്പിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടും എന്നാണ് വൈഫ് പറയുന്നത്. വൈഫാണ് സത്യത്തിൽ ഇത് ചെയ്യുന്നത്. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എന്നിരുന്നാലും വൈഫ് പറഞ്ഞു തന്നായ കാര്യങ്ങൾ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു അറിവ് ചെറിയതായാലും വലുതായാലും അത് ഷെയർ ചെയ്യപ്പെടുമ്പോൾ മറ്റുള്ളവർ കൂടെ അത് ഒരു ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഇത് ഇപ്പോൾ ഇടക്കി കൊടുത്തോണ്ടിരിക്കണം.
അതെ അതെ, നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിനകത്തൊരു എന്തോ ഒരു നമ്പറിന്റെ കാര്യം ഓർമ്മിച്ചിരുന്നത്, എത്ര നമ്പർ എങ്ങനെയെന്നൊക്കെയായിരുന്നു? ഒറ്റ സംഖ്യയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 3 ഐറ്റം ഉണ്ടെങ്കിൽ 3, പിന്നെ 4 ഉള്ളെങ്കിൽ അതിന്റെ കൂടെ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും കൂടെ മേടിച്ച് ഉപയോഗിച്ചാൽ. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയാണല്ലേ. നമ്മളിവിടെ 9 ഐറ്റമാണ് നമ്മളിവിടെ 9 ഐറ്റംസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 4 ഐറ്റം ഉപയോഗിക്കുന്നവരാണ്. അതിന്റെ കൂടെ വിറ്റാമിൻ ഇയുടെ ആ ടാബ്ലറ്റിലൂടെ ചേർത്ത് 5 ഐറ്റമാണ് വരിക. കണ്ടോ, എണ്ണ തിളച്ച് വരുമ്പോൾ തന്നെ ആ എണ്ണയുടെ ആ ഒരു കളർ കണ്ടോ, ആ കളർ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ആ എണ്ണയുടെ തിളയുടെ ആ ബബിൾസ് എല്ലാം കുറഞ്ഞ് വരികയാണ്. കണ്ടോ, ഇപ്പം നമുക്കതറിയാം. നമ്മളിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഡെയിലി യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ വീക്ക്ലി ഒരു 2 എങ്കിലും ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കണ്ടോ, നമ്മുടെ എണ്ണയുടെ കളർ തന്നെ മാറിയിട്ടുണ്ട്. ഒരു നല്ല ഒരു ഗ്രീൻ ആണോ അല്ലല്ല, ഒരു ബ്രൗൺ കളർ തന്നെ, ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന പോലെ വലിയ ബബിൾസ് അല്ല ഇപ്പം വരുന്നത്. ഇപ്പം കണ്ടോ, ഇങ്ങനെ ചെറിയ ബബിൾസിലേക്ക് ഈ സംഭവം എത്തി. കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ആ ബബിൾസ് പിന്നെ കുറഞ്ഞു വരും. ഈ എണ്ണ നമ്മൾ എണ്ണയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി എണ്ണ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് നീർക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വേറൊരു ജെല്ലി പോലെ, ഒരു പേസ്റ്റ് പോലത്തെ ഒരു എന്താ പറയുക, ഒരു സംഭവം, അതായത് ഒരു ഔഷധം പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുടി പൊഴിയുന്നവർക്ക്, അതല്ല മുടി നരയ്ക്കുന്നവർക്ക്, അതല്ലെങ്കിൽ താരന് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ജെല്ലി പോലത്തേത് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലയിൽ തൂക്കുന്ന ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ആർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നമ്മൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അത് പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ എണ്ണയുടെ ബബിൾസ് എല്ലാം, കുമിളകളെല്ലാം പൂർണ്ണമായിട്ട് തീർന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഉണ്ടോ, എണ്ണയുടെ കളർ തന്നെ ഉണ്ടോ, എന്ത് സൂപ്പർ കളറാന്ന് നോക്കിയേ. കളർ പോലെ തന്നെ അതാ നമ്മൾ ആ ചേർത്തിരിക്കുന്ന മരുന്നുകളുടെ ഒക്കെ ആ ഒരു എഫക്റ്റ് ഈ പറഞ്ഞ എണ്ണയിലുണ്ട്. അപ്പോൾ ഈ എണ്ണ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ബോട്ടുകളിലാക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും ഈ എണ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുവാൻ വേണ്ടിയിട്ട് ദയവായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ ജിജോ, സൈനിങ് ഓഫ് ഫ്രം തനി നാടൻ അടുക്കള.